ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് എന്തായാലും പ്രസ് ചെയ്തേക്കണേ. സമയം 4 മണിയാണ് കേട്ടോ. ഇന്നലെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കിടന്നത് സമയം 1:30 ആയിട്ടുണ്ട്. എന്നാലും നേരത്തെയാണ് കേട്ടോ, അല്ലെങ്കിൽ അതിനേക്കാളും നേരം വൈകലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മൈലാഞ്ചിയൊക്കെ ഒന്ന് കളയട്ടെ. ഇപ്പോൾ മൈലാഞ്ചി ഇടാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ ഈ കളയുന്ന ഭാഗമല്ലേ അത് അത്ര ഇഷ്ടമല്ല കേട്ടോ. കയ്യും ചെറുതായിട്ട് വേദനിക്കും, അതിങ്ങനെ പറിച്ച് എടുക്കണ്ടേ. അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ടാണ് കേട്ടോ നേരത്തെ തന്നെ എണീറ്റിട്ടുള്ളത്. ആരും എണീറ്റിട്ടില്ല, ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ രാത്രിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഇന്നും എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള സമയം ഇന്നലെ രാത്രി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ അരി വെള്ളത്തിലുണ്ട് കേട്ടോ, അത് ചെയ്യണം. അപ്പോൾ റഫീഖൊക്കെ പള്ളിയിൽ, അതായത് സുബൈ കഴിഞ്ഞ് മൈതാനിയിലൊക്കെ പോയിട്ട് വരില്ലേ, ഉപ്പാൻ്റെ അടുത്തൊക്കെ പോയിട്ട് വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും അതൊക്കെ റെഡിയാക്കണം. ഞാൻ വേഗം പോയിട്ട് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. പിന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്ക് പിടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഫ്രഷായി. ഇനിയിപ്പോൾ എന്താ റഫീഖ അതാ സുബൈ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇനി എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തട്ടെ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം കിച്ചണിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിയപ്പത്തിനുള്ള അരിയൊക്കെ അരച്ചു. ഇതാ ഉണ്ണിയപ്പം ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ. അരി ഒരു 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം പിന്നെ അരച്ചിട്ട് അപ്പം തന്നെ ഞാൻ അരക്കുമ്പോൾ തന്നെ ഉണ്ണിയപ്പച്ചട്ടി എണ്ണ ഒഴിച്ചിട്ട് അടുപ്പത്തിൽ വെക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും അതങ്ങ് ചൂടാവുമല്ലോ, അരപ്പ് വേഗം കഴിയുകയും ചെയ്യുമല്ലോ. പിന്നെ അതിൽ തേങ്ങ വറുത്തിട്ട് ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. നല്ല കിടിലൻ ഉണ്ണിയപ്പം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോ. കുറേ പേര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം ആണിത്. പിന്നെ നമുക്ക് പുതിയ വ്യൂസ് ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോട്ടോ. 100% നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമേ. അപ്പം ഞാനിത് വേഗം എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. റഫീഖ വരുമ്പോഴത്തേക്ക് ചുടണം കേട്ടോ. കാര്യം നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കലുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി പിന്നെ കാപ്പി കുടിക്കുകയാണ് ചെയ്യുക, ഉണ്ണിയപ്പം കൂട്ടിയിട്ട്. അതാണ് ഒരു ചടങ്ങ് കേട്ടോ, രാവിലത്തെ പെരുന്നാളിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഇന്ന് ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ റഫീഖ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും, അതായത് പെരുന്നാൾ നിസ്കാരമല്ല കേട്ടോ, സുബഹയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൈതാനിയിലൊക്കെ പോയിട്ട് വരൂലേ, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഉണ്ണിയപ്പം ചുട്ട് കഴിയണം. എന്നിട്ട് കാരണം കാപ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് എണീറ്റ് വരിക തന്നെ രാവിലെ തന്നെ. അപ്പോൾ ഇതെനിക്കൊരു ഈ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയതാ. അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പെരുന്നാൾ രാവിലെ നമ്മൾ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മുറ്റത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സപ്പോട്ട മരത്തിൽ, പിന്നെ നമ്മളെ പുല്ലിൽ ഒക്കെ കുറച്ച് ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം പോകുന്ന കാര്യമാണ്, എന്നാലും കാരണം നമുക്ക് അന്ന് ഫ്രീ അല്ലല്ലോ. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെക്കാനൊക്കെ ഇല്ല. എനിക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇതിനൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓഫാക്കട്ടെ, ലൈറ്റിൽ ഓഫാക്കട്ടെ. ഇതെല്ലാം അത് ഓഫാക്കണം. പിന്നെ ഓ മാഷാ അല്ലാ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഒന്നോക്ക് അല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ലൈറ്റ്, വെള്ളം, അങ്ങനത്തതൊക്കെ നല്ല രസമല്ലേ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുന്നത്തെ റിസാനിൻ്റെ മക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ എനിക്കിങ്ങനെ കുറേ നേരം ഇത് ആസ്വദിച്ച് നിൽക്കണം എന്നുണ്ട്, പക്ഷെ നിൽക്കാൻ നേരമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കിച്ചണിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ.
ഞാൻ റമദാനിൻ്റെ ആ ഒരു നമ്മൾ മാസം കണ്ട സമയത്ത് കുറച്ച് സിറ്റ് ഔട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ലൈറ്റ്. അപ്പോൾ അത് കൂടാതെ നമ്മൾ കുറച്ചുകൂടെ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല അടിപൊളി, നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാ. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നാളെ എനിക്കൊരു ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്യണം. നാളെ നമുക്ക് അങ്ങനത്തെ പണികൾക്കൊന്നുമുള്ള സമയം കിട്ടൂല. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മളെ കരിക്ക് വെള്ളമല്ലേ, അത് ഒരു വലിയ കരിക്കിൻ്റെ വെള്ളം ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജെല്ലി ആക്കൂലേ നമ്മൾ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൈന ഗ്രാസ്, അതായത് നമ്മൾ അളന്നെടുത്തിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ്, അതാണ് കേട്ടോ കണക്ക്. എന്നിട്ട് ആ ചൈന ഗ്രാസ് കുറച്ച് തണുത്ത വെള്ളത്തിൽ, ഒരു 1/2 ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ പറിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെച്ചിട്ട് പിന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം വെച്ച് കൊടുക്കുക. അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും തിളപ്പിക്കുക കേട്ടോ. തിളച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഇതൊക്കെ ഒന്ന് ഇതുകൂടെ നിങ്ങൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മളെ കരിക്കിൻ്റെ വെള്ളം തിളച്ചിരിക്കണം. ആ ഒരു സമയത്ത് ഇത് നമ്മൾ ചൈന ഗ്രാസിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ആറി വന്നപ്പോൾ ഞാനൊരു ട്രേയിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് എന്തിലേക്കെങ്കിലും ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് സെറ്റായിട്ട് കിട്ടണം കേട്ടോ. അതെനിക്ക് ഇന്ന് ആവശ്യമില്ല, നാളെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ, എടുത്ത് വെക്കണം, ജസ്റ്റ് ഒന്നുകൂടെ തണുത്ത് തരട്ടെ. ഇനി ഞാൻ 2 ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടേ. ഇതാ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഡേറ്റ്സ് ഇങ്ങനെ ഒട്ടുന്നത് എടുക്കണ്ട, ഭയങ്കര കല്ല് പോലത്തും എടുക്കണ്ട. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെൻട്രൽ ഭാഗം ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്രേപ്സ് ഒക്കെ കട്ട് ചെയ്യുമല്ലോ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ വെച്ച് കൊടുക്കില്ല, അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിൽ ബദാം വെച്ച് കൊടുക്കുക, മുഴുവനെയുള്ള ബദാം. പിന്നെ മറ്റേ ഭാഗം അതിലേക്ക് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 10-20 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മളെ ജെല്ലിയില്ലേ നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇനി നമ്മൾ എന്തായാലും തണുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. അടച്ച് വെച്ച് കൊടുത്തോ, വേറെയുള്ള ഫ്ലേവറൊന്നും അതിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ നമ്മളെ ചപ്പാത്തി പ്രസ് അതില്ല, അതെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു എണ്ണമയം, അത്രയേ ഉള്ളൂ. നെയ്യോ എന്തായാലും കുഴപ്പമില്ല, നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഇനി അതുപോലെ തന്നെ സെയിം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണ തടവ് അവിടെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പ്രസ് ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒട്ടുന്ന ഡേറ്റ്സ് എടുക്കണ്ട കേട്ടോ, ഇങ്ങനെ ഒരു കാമ്പുള്ള ആ ഒരു രീതിയിലുള്ള എടുത്തത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇതാ നന്നായിട്ട് പ്രസ് ചെയ്താൽ പത്തിരി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് പഴമാണ്. ഇങ്ങനെ ജ്യൂസായിട്ട് പോകുന്ന അങ്ങനത്തെ ഒന്നും വെച്ച് കൊടുക്കരുത്. അധികം പഴുത്ത് ഇങ്ങനെ വളവളാന്നുള്ള അതൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊരു അധികം പഴുക്കാത്ത പഴമാണേ. അത് ഒരു പീസ് മതിയിട്ട് അത്രയൊക്കെ നമുക്ക് അത് കൊള്ളുള്ളൂ. നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കയ്യിലിട്ടിട്ട് ഭയങ്കരമായിട്ട് ഉരുട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് ഉരുട്ടി അതിന് ഷേപ്പ് ആക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴം ജ്യൂസായിട്ട് പുറത്ത് വരും. അത് ചെയ്യണ്ട. ഇതാ നിങ്ങളെ കഴിവിനനുസരിച്ചൊക്കെ അങ്ങ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നല്ല സക്സസ് ആയി കിട്ടുന്ന 2 ചോക്ലേറ്റാണ് കേട്ടോ. നമ്മൾ എന്തായാലും നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അടുത്തും ഉണ്ടാവില്ലേ. അപ്പോൾ അത് വെറുതെ കളയണ്ട. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇനിയിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുക, അപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഡേറ്റ്സ് ആണ്, ചോക്ലേറ്റ് ആണ്, ഒന്നും വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹെൽത്തിയുമാണ്, മാത്രമല്ല ഒരു സാറ്റിസ്ഫാക്ഷനും അല്ലേ, നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇനി നമ്മളെ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, അത് മിൽക്ക് കോമ്പൗണ്ടോ ഡാർക്ക് കോമ്പൗണ്ടോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മിൽക്ക് കോമ്പൗണ്ട് എടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റിയാണേ. അപ്പോൾ അത് അങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. അത് ചോക്ലേറ്റ് മെൽറ്റാക്കാൻ എല്ലാവർക്കും അറിയില്ലേ, ഓവനിൽ വെച്ചിട്ടോ അങ്ങനെ എങ്ങനെയായാലും ആക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു ബട്ടർ പേപ്പർ എന്തെങ്കിലും താഴെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട്
ഇനി ഡെക്കറേഷൻ നിങ്ങൾക്ക് എന്ത് രീതിയിലും ചെയ്ത് കൊടുക്കാം. നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നല്ലതാവുക. ഞാനിപ്പോൾ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തെടുത്ത് അത് ഇട്ട് കൊടുത്തു. കുറച്ച് മിൽക്ക് പൗഡർ ഇല്ലേ, അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്തു കേട്ടോ. എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുത്തോ. ആ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് മാത്രമാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത പഴം വെച്ചിട്ടുള്ള അതും കൂടെ ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തു. ഇനി മിൽക്ക് പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഇതില്ലേ ഒന്ന് ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത്ര ആകുമ്പോഴത്തേക്കും അത് പുറത്തുനിന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. എന്നാലും ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് അത് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടുക. ഇത് കണ്ട, ഇനി ഒട്ടിപ്പിടിക്കുകയോ മെൽറ്റായി പോവുകയോ ഒന്നും ആവില്ല കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൽ വെള്ളമോ ഒന്നും പാലോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ചോക്ലേറ്റ് മാത്രം വെള്ളമാവാതെ മെൽറ്റാക്കിയിട്ട് എടുക്കണേ. എന്നാലാണ് ഇതുപോലെ നമുക്ക് നല്ല ചോക്ലേറ്റ് നല്ല സെറ്റായിട്ട് കിട്ടുക. ഇത് കണ്ട, 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ എൻ്റെ ഇത് സ്പെഷ്യൽ സ്വീറ്റ് ഇന്ന് ഇതാണ് കേട്ടോ. ചോക്ലേറ്റ് ഇതാണ്, സ്വീറ്റ് അല്ല എന്നല്ല കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം തന്നെ ചിക്കനും ബീഫും ഒക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബീഫ് 2 കിലോ ഉണ്ട് കേട്ടോ. അത് വരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോയിലേക്ക് ഒരു ചെറിയ സവാള അങ്ങനെ കണക്കാക്കിയിട്ട് 2 സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ 1 കിലോയിലേക്ക് 4 ടീസ്പൂൺ 3.5-4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ ഒരു കണക്കിന് 2 കിലോയിലാവുമ്പോൾ 4 8 ടീസ്പൂൺ മുളക് പൊടി അങ്ങനെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ വേറെ മസാലയും കാര്യങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. സിമ്പിളാണ്, പക്ഷെ അടിപൊളി ബീഫ് വരട്ടാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയില്ലേ, പൊടിച്ചതല്ല മുഴുവനെയുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈവച്ചിട്ട് ഞാൻ കൈയൊക്കെ ഒന്ന് കയറ്റിയിട്ട് മിക്സ് ആക്കട്ടെ കേട്ടോ. കാര്യം വൈറ്റ് ഇന്നറൊക്കെ ഇട്ടുകൊണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു. വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതിൽ തന്നെ വെള്ളമായിട്ട് വരും. ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ബീഫ് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. കുറേ കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഇനി ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയും കൂടെ ഇടട്ടെ കേട്ടോ. നാളെ ഇങ്ങോട്ടേക്ക് എണീറ്റ് വരുമ്പോൾ നമുക്ക് പണിയൊന്ന് ഈസി ആവണമല്ലോ. ഇനിയിപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേഗം കാര്യങ്ങളൊക്കെ തീർക്കുന്നത്. മൈലാഞ്ചി ഇടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ബീഫ് ഓഫ് ആക്കും കേട്ടോ വേവുന്ന സമയത്ത്. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഇതാ ഞാനൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഉറുമ്പോ എന്തെങ്കിലും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാനും ഷാനും മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ കണ്ട് പുറത്തിരുന്നിട്ട് തന്നെ മൈലാഞ്ചി ഇടാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. 10:30-11 മണിയൊക്കെ ആയി തോന്നുന്നു. വാവ കിടന്നു. 11 മണിയൊക്കെ ആയിട്ടുണ്ട്. വാവ കിടന്നു. റഫീഖ് ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് അതായത് മാസം കാണൂല, നാളെ പെരുന്നാളാവൂല അങ്ങനെയാട്ടോ വിചാരിച്ചിരുന്നത്. ശനിയാഴ്ചയാണ് ആവുക എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ടാണ് വൈകുന്നേരം നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് കേട്ടോ സംഭവിച്ചത്. പിന്നെ ഭയങ്കര തിരക്കായി, ഹറിബറിയായി എല്ലാം. പിന്നെ അരി കൊണ്ട് കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അതിൻ്റെ ഇടയിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ണിയപ്പം രാവിലത്തേക്ക് മാറ്റി വെച്ചു. ഉണ്ണിയപ്പം ചുടാൻ നിൽക്കാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ റഫീഖ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുത്തന്നതാണ് കേട്ടോ കുറച്ച് ചോക്ലേറ്റ്സ്. ഇത് നല്ല പ്രീമിയം ചോക്ലേറ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്ക് വാങ്ങുന്നത് ഒരു ഓൺലൈൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഉണ്ണിയപ്പം ചുടലും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഉണ്ണിയപ്പവും കാപ്പിയും കുടിക്കട്ടെ. പിന്നെ ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളവർക്ക് ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കലാണ് കേട്ടോ അടുത്തത്. എന്നിട്ട് വേണം എനിക്കെൻ്റെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ റൈസ് പിന്നെ ബേജാറില്ല കേട്ടോ. കാര്യം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടും. ആളുകൾ വരാത്തൊരു ടൈം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ കിട്ടുമല്ലോ. പള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകൾ വന്നതിന് ശേഷം നമ്മളൊന്ന് ഫ്രീ ആവും. ആ ഒരു സമയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തിരക്കിട്ടിട്ട് വെക്കേണ്ട കാര്യമില്ല. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന റൈസുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ബേജാറില്ല. അപ്പോൾ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർക്കട്ടെ. നമ്മൾ നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനത്തതും പിന്നെ ഡെസേർട്ട് വേഗം ഉണ്ടാക്കണം. കാര്യം ആരെങ്കിലും വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതല്ലേ.
കാലങ്ങളായി ഇത് നമ്മളെ അയൽവാസി സുലൈഖാത്തയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ തവണ ചൂടല്ലേ, അപ്പോൾ പായസം വേണ്ടാന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് പായസത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടുകയും വേണം. അങ്ങനത്തെ ടൈപ്പ് ഒരു ഡെസേർട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുഡിംഗ് അല്ല, മാങ്ങ വെച്ചിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇന്നലെ നമ്മൾ കരിക്കിൻ്റെ ആ ഒരു ജെല്ലിയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, അപ്പോൾ അതൊക്കെ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ ഇത് ഞാൻ വേഗം ഉണ്ടാക്കാൻ നിൽക്കുന്നത് പള്ളി കഴിഞ്ഞ് എല്ലാവരും വരുമ്പോൾ അവർക്ക് ഞാൻ പായസമല്ലേ കൊടുക്കുക, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പായസം പോലെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ തണുപ്പിച്ച് പുഡിങ് പോലെ അങ്ങനെയും സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പുഡിങ് ആകുമ്പോൾ രാവിലെ പള്ളി കഴിഞ്ഞ് വരുന്നവർക്കൊന്നും രാവിലെ തന്നെ നമുക്ക് പുഡിങ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ രണ്ടും കവർ ചെയ്തോളും. അപ്പോൾ ഇത് റഫീക്ക മാങ്ങയൊക്കെ കട്ട് ചെയ്ത് തന്നു. അപ്പോൾ പകുതി മാങ്ങ ഞാൻ എടുത്തിട്ട് പാലൊഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാങ്ങ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ടിന് മുഴുവൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര ചേർത്ത് കൊടുക്കുന്നത് അത്രയും നല്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ, അതുപോലെ തന്നെ കരിക്ക് ജെല്ലിയില്ലേ, അത് ഭയങ്കര ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് ഫ്ലോപ്പായിട്ടൊന്നും പോകില്ല കേട്ടോ. ധൈര്യമായിട്ട് ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, നോക്കിയിട്ട് തിക്നെസ് ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പകുതി എല്ലാത്തിൻ്റെ പകുതി മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ ഇത് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തത്. അതായത് മാങ്ങ അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്, പശുവും പാല്. പിന്നെ ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ട് തേങ്ങാപ്പാലെടുത്തത് അതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ബൗളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലിൽ ചെയ്യാം, പക്ഷേ തേങ്ങാപ്പാൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ. പിന്നെ അവസാനം ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മളെ കസ്കസില്ലേ, അത് വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ എൻ്റെ പാത്രം ഒന്ന് ചേഞ്ച് ആക്കേണ്ടി വന്നത്, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ പിന്നെ ബാക്കിയുള്ള മാങ്ങ കട്ട് ചെയ്തതും അതുപോലെ തന്നെ കരിക്കിൻ്റെ ആ ജെല്ലിയും കസ്കസും എല്ലാം ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. തിക്നെസ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പാലും അങ്ങനത്തതെല്ലാം കേട്ടോ. അപ്പോൾ മാറിപ്പോണ്ട, ഞാൻ മാങ്ങ അരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് പശുവും പാലാണ് കേട്ടോ. ലാസ്റ്റ് യൂസ് ചെയ്തത് തേങ്ങാപ്പാൽ. പിന്നെ ഇതാ അവസാനം ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ, ഇത് അടുപ്പത്തായിരുന്നു കേട്ടോ, വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സാഗോ ഇല്ലേ, സാബൂനരി, അത് പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പച്ചവെള്ളത്തിൽ മീൻസ് വെള്ളം തിളക്കുമ്പോൾ, പാലിലെല്ലാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സാബൂനരി ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഒരു ഗ്ലാസ് ആ ലുക്കിലാവുമ്പോൾ അങ്ങനെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുഡിങ് പോലെ തിക്കല്ല എന്നാൽ ലൂസും അല്ല കേട്ടോ, ആ ഒരു രീതിയിൽ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ചളവ് പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും രാവിലെ തന്നെ തണുപ്പൊന്നും വേണ്ടി വരില്ല ചിലർക്ക്, പക്ഷേ ചിലർക്ക് തണുത്തതാണ് വേണ്ടി വരിക. അപ്പോൾ രണ്ട് രീതിയിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വലുതെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ, മറ്റേത് പുറത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടേബിൾ ഒന്ന് സെറ്റാക്കണ്ടേ, നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, എന്നാലും അതൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. സാധാരണ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, റഫീക്ക പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഫ്ലവറാണ് കൊണ്ടുവരല് കേട്ടോ. ഇപ്രാവശ്യം ചേഞ്ച് ആക്കിയിട്ട് ചോക്ലേറ്റാണ് കേട്ടോ കൊണ്ടുവന്നുള്ളത്. പക്ഷേ ഈ ചോക്ലേറ്റ് അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. പിന്നെ ഫ്ലവർ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, കാര്യം നമുക്ക് ഫ്ലവർ ഉണ്ട്, കിച്ചണിലും ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ ടേബിളിലും ഫ്ലവർ ഉണ്ട്, ഇനി വെക്കാൻ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഫ്രഷ് ഫ്ലവർ വാങ്ങണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ വർക്ക് ഏരിയയിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ചൂടിന് പെട്ടെന്ന് തന്നെ വാടി പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇനി നമ്മളെ
നമ്മൾ ഉണ്ടാക്കിയ സീറ്റില്ലേ അതും കൂടെ ഒന്ന് ചോക്ലേറ്റ് അതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഈ പാത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കേട്ടോ ഇത്, ഈ ഒരു ട്രേ. അപ്പോൾ ഞാനിത് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടൊരു പാത്രമാണ് കേട്ടോ. പക്ഷെ അതിങ്ങനെ യൂസ് ചെയ്യാൻ നല്ലതായിരുന്നു. ടേബിളിലൊക്കെ വെക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനിതിൽ ഡ്രൈ ഫ്ലവർ നമ്മളെ പോട്ട് പ്യൂരി ഇല്ലേ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ചിലർക്കെങ്കിലും. ഇതാ നമ്മൾ ചോക്ലേറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇതിനിങ്ങനെ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ മാങ്ങ വെച്ചിട്ടുള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, സ്വീറ്റ് തേൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ പേര് അത് ട്രൈ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സമയമില്ല, പ്രഫിക്കതാ കുളിച്ച് മാറ്റി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. ഇനിയിപ്പോൾ നമ്മളും കുളിക്കാനൊന്നുമില്ല, കുളിയും കാര്യങ്ങളൊക്കെ എൻ്റെതും വാവൻ്റെതൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു കേട്ടോ. ഞാൻ കഴിഞ്ഞപാട് വാവയും നീറ്റ് വാവയും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളും നിസ്കരിക്കാനൊക്കെ പോകണം. വേറെ എടുക്കുമല്ല, നമ്മളെ മുന്നത്തെ നിഷൻ്റെ വീടില്ലേ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കുക. അപ്പോൾ അവിടെ തന്നെയാണ് പെരുന്നാളും നിസ്കരിക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുക ചെയ്യാം. അപ്പോൾ നമ്മളെ പതിവ് പോലെ നമ്മളെ റമദാൻ ഹാങ്ങിങ് മാറ്റിയിട്ട്, വെൽക്കം ഹാങ്ങിങ് മാറ്റിയിട്ട് ഈദ് മുബാറക്കിൻ്റെ ഹാങ്ങിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ റമദാൻ്റെ ഹാങ്ങിങ് മാറ്റുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരും സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് ദുആ ചെയ്യാം അടുത്ത റമദാനിലേക്ക് പഠിച്ചോ നമ്മൾ എത്തിക്കട്ടെ എന്ന് അല്ലേ, ആ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന്. പിന്നെ നമ്മൾ റമദാനിൽ നമ്മൾ ചെയ്ത സൽപ്രവൃത്തികൾ, നമ്മളെ നിസ്കാരവും ദുആയും എല്ലാം പഠിച്ചോ നല്ല രീതിയിൽ സ്വീകരിക്കട്ടെ, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ സ്വീകരിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഇവിടൊക്കെ ഒരു ഇതും പറക്കൂറി ഓർക്കെ വാ അടിപൊളി. എവിടെന്നോ വാ. പിന്നെ നമ്മൾ അവിടെ പണി നിർത്തിയിട്ടുള്ളൂ ഞങ്ങൾക്ക്. എൻ്റെ മാറ്റി ഒന്നും നമ്മൾ പണി നിർത്തും. ഇപ്രാവശ്യം എന്താണോ ഓരോരുത്തർക്ക് 100 പണിയൊക്കെ ചെയ്യണം. എനിക്ക് 225 പണി. 225 പണിയെടുത്തോളാം. 225 പണിയെടുത്താൽ 1200 ഫ്രീ കിട്ടും ഓണാകുമ്പോൾ. ഈ പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് രാവിലെ തന്നെയാണ് നമുക്ക് കൂടുതൽ ആളുകൾ വരിക. നീനോ വാ. ഉള്ളിൽ രണ്ട് രീതിയിലാ. രണ്ടാ ഈത്തപ്പഴാണ് സംഭവം. ഒന്നിൽ നട്സും ഒന്നില് അങ്ങനെ നോക്കി തന്നിട്ട് എന്ത് ഹണിയില്ല. ഈത്തപ്പഴം ഇങ്ങനെ അലിഞ്ഞിട്ടുള്ള എല്ലാം അറിയണ്ടേ. ഹിന്ദി അറിയണവരെ ഇങ്ങോട്ട് കയറ്റുള്ളൂ. എന്നാ മതി. എനിക്ക് മാറ്റാലോ.
വലൈക്കും അസ്സലാം. ഓക്കെ, ചിലപ്പോ ഇപ്പൊ വരിക്കും. ആയിക്കോട്ടെ. ആ ടാറ്റാ. ഡേറ്റ്സ്, പിന്നെ പഴം. ചെറിയ നിന്നോ ഇപ്പൊ കുട്ടികളങ്ങാ. ആ ഇനി ഇതാ നമ്മളെ റൈസിലുള്ള സവാള ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഫേമസ് ആണ്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് കല്യാണിച്ചിൻ്റെ തള്ളാണ് കേട്ടോ. അത് വിട്ടേക്ക്, ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇന്ന് കല്യാണിച്ചുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ മൂപ്പത്തിയാണ് ചെയ്യുന്നത്. നമ്മളെ റൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മഹ്മൂസ് കൊത്തൈഫി എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് അല്ലേ, അതാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതിൻ്റെ അപ്പോൾ അത് തന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റും അല്ലേ. അപ്പോൾ അത് ഉനിയൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സമയം പിടിക്കും. അതിൻ്റെ ഇടയിലൂടെ ഞാനൊരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല ചൂടല്ലേ. അപ്പോൾ ഇതാ കുറച്ച് പാലിലേക്ക് അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നാലും അതിലേക്ക് കുറച്ച് നമ്മൾ റുഹബ്സ് അല്ലേ, അതന്നെയല്ലേ അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യലേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കസ്കസില്ലേ, കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നട്ട്സ് എൻ്റെ കയ്യിൽ ഇന്നലത്തെ ചോക്ലേറ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിലുള്ള മധുരം ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാട്ടോ. ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പക്ഷെ നല്ല ടേസ്റ്റിന് കിട്ടുക, നല്ല രസമുള്ളൊരു ഡ്രിങ്ക്, നല്ല കാണാനും അടിപൊളിയല്ലേ. പിന്നെ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ റൈസ് റൈസല്ല, ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കന് വെന്തോളോ നോക്കുന്ന കേട്ടോ. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ മുഴുവൻ അതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ വെന്ത് ഇനി അതൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആങ്ങളാരും കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞേറ്റക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കുഞ്ഞേറ്റെ അല്ല ഓരൊക്കെ കയറ്റാൻ സഹായിക്കും. വണ്ടി കയറ്റാനൊക്കെ ഓരൊക്കെ സഹായിക്കും. എവിടെ ഈ അമേരിക്കൻ ക്യാമ്പിലേ ഞങ്ങൾ സാധനം കൊടുത്തിട്ടുണ്ട്. അബുദാബിയിലൊക്കെ ഉള്ള സമയത്ത് മിലിറ്ററി ക്യാമ്പ് ഉണ്ട് അവിടുത്തെ. ലേഡീസൊക്കെ വലിയ കൊടുത്തിട്ട് വരിക. അപ്പൊ ഞങ്ങൾക്ക് പാലിന് ഓർഡർ ഉണ്ടാവും. പാക്കറ്റ് ലോങ് ലൈഫ് പാലാണ് അവർ എടുക്കുക. അവര് ഓർഡർ ചെയ്യുന്നത് അവരെ ഹെൽപ്പ് ആക്കി. ഇതൊരു സ്പെഷ്യൽ. പിന്നെ റൈസ് മഹ്മൂസ്. വലിയ വശല്ല ഒന്നുമില്ല. അളിയന്മാരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് എനിക്കറിയാം, ഉപ്പ എന്താ വരാത്തതെന്ന്. ഉപ്പാക്ക് കാലുവേദനയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അന്ന് ഉപ്പ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല.
പിന്നെ അവിടെയും വിടാൻ പറ്റില്ല അവിടെയും വിടാൻ പറ്റില്ല. ഞാൻ ഉപ്പാൻ്റെ കാര്യം പറഞ്ഞത് കാലുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ 2 ദിവസം അഡ്മിറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രശ്നമെല്ലാം ഓക്കെയാണ്. പക്ഷേ അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇതിൻ്റെ അന്നാട്ടോ ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് വന്നത്. അൽഹംദുലില്ലാ അത് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ആലോചിക്കുന്ന സമയത്ത് ഒരു വിഷമല്ലേ. പക്ഷേ ഡിസ്ചാർജായി വന്നപ്പോൾ ഒരു സമാധാനമായിട്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാ തവണയും ഇപ്പോൾ രാവിലെ വരുന്നതല്ല, ആ ഒരു വിഷമം ഇങ്ങനെ നമുക്കിങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അൽഹംദുലില്ലാ ഹാപ്പിയായി. അപ്പോൾ നമ്മൾ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ഞാൻ ഉള്ളിയും തക്കാളി, ഒരു 3 തക്കാളി, അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടെ പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കും, അല്ലേ, പേസ്റ്റ് ആക്കരുത്. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും, വിനാഗിരിയോ ലെമൺ ജ്യൂസോ അത് റെഡിയാക്കി എടുത്തു. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടില്ലേ, മുളക് ഇങ്ങനെ വെളുത്തുള്ളിയിൽ ഇങ്ങനെ ചാലിച്ചിട്ട് എടുക്കുന്ന ഒരു സ്വീറ്റും സ്പൈസിയും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവം. ആ ഒരു ഡിപ്പ് നമ്മൾ മന്തിൻ്റെയും ഒക്കെ സൈഡായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ നല്ലതാട്ടോ. പിന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്താലും അടിപൊളിയാണ്. എല്ലാ റൈസിൻ്റെ കൂടെ നമുക്ക് പോകട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് പൈനാപ്പിൾ മൊജിറ്റോയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുത്തു. അതിലേക്ക് 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മിൻറ്റ് ലീഫും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണേ. അതുപോലെ കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു ലെമൺ ഫുള്ളായിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ജ്യൂസ് അടിച്ചതിന് ശേഷം. അപ്പോൾ അതവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് റഫീഖാൻ്റെ സ്റ്റേഷനിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഉണ്ടാവും കേട്ടോ, വീഡിയോ ഉണ്ടാവേ, വീഡിയോ ഇല്ലാത്ത പരിപാടിയില്ല. ഇത് ട്രാൻസ്ഫർ കുറവായതുകൊണ്ടാണ് ആ സാധനങ്ങൾ കുറവായത്. വീട്ടിലൊക്കെ വാ. ഏത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഫുഡൊക്കെ സെർവ് ചെയ്യട്ടെ. ഇവർ വന്നാൽ ഇവർക്ക് വേഗം പോണ്ടി വരും കേട്ടോ, കാരണം സ്റ്റേഷനിൽ ഭയങ്കര തിരക്കല്ലേ. അതല്ല, കുറച്ച് ആളുകൾ വന്ന് അത് കഴിഞ്ഞ് ഇവർ പോയിട്ട് കുറച്ച് ആളുകൾ വന്ന് അങ്ങനെയാണ്. അപ്പോൾ അവർ വന്നാൽ പിന്നെ വൈകിക്കാതെ വേഗം ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ മൊജിറ്റോ ഇല്ലേ പൈനാപ്പിളിൻ്റെ, അപ്പോൾ അത് ഞാനൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ഡിസ്പെൻസറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സോഡയും കൂടെ കേട്ടോ. അപ്പോൾ ആ സോഡക്കും കൂടെ കണക്കായിട്ടുള്ള മധുരം നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരുപാട് വേണ്ട, കുറച്ച്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതും കൂടെ ടേബിളിൽ സെറ്റ് ചെയ്യട്ടെ. റൈസെല്ലാം നമ്മൾ വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് വരട്ടുന്നത് എപ്പോഴും കാണിക്കാൻ മറക്കും കേട്ടോ. ആ ബീഫ് കുക്കറിൽ വേവിച്ചെടുത്തില്ലേ, എന്നിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ടിട്ട് മസാല ഒന്നും ചേർക്കേണ്ട, ആ ബീഫ് ഇട്ടിട്ട് ചെറിയ തീയിൽ അങ്ങനെ ഇളക്കി എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ ഏതെങ്കിലും നമ്മളെ വ്ളോഗിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റാക്കിയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. കറാച്ചി പോയിട്ടേ ഗവൺമെന്റ് കോഴ്സ് കഴിച്ചു. അങ്ങനെ അവരൊക്കെ പോയി. ഇതിപ്പോൾ റഫീഖാൻ്റെ ഫ്രണ്ട് അശോകേട്ടനും ഫാമിലിയും അവർ വന്നതാണ് കേട്ടോ.
പണ്ടൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിടുക, ഡ്രസ്സ് അതിട്ടിട്ട് നടക്കുക, ഈ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, നമ്മളെ കുടുംബത്തിൻ്റെ വീട്ടിൽ പോകുക, അങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഇപ്പം അത് നേരെ മാറിയിട്ടുണ്ട് കുറേയൊക്കെ. ഇപ്പം നമ്മളെ വീട്ടിലേക്ക് ആളുകൾ വരിക, ഫുഡ് ഉണ്ടാക്കുക, മൈലാഞ്ചിയും അതൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ചിന്തകളും മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു പോയി. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാനും റഫീഖാനെ രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മാത്രമല്ലേ എടുത്തേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. റഫീഖാൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി മൂത്തമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ റഫീഖ് ഇന്ന് അങ്ങോട്ട് രാവിലെ പോയിട്ടില്ല. വൈകുന്നേരം നമ്മൾ റമൽത്താൻ്റെ കൂടെ പോകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിനുള്ള പരാതിയൊക്കെ ആയിട്ട് മൂത്തമ്മ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. മൈലാഞ്ചി കിട്ടണേ ചെരുപ്പ് വലിയ കിട്ടിട്ടില്ല. വലൈക്കും അസ്സലാം. ഇല്ല, ഇതിപ്പോൾ നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം റമൽത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് എന്തായാലും വൈകുന്നേരം വരെ ഏകദേശം മഗ്‌രിബ് വരെ തന്നെ എല്ലാവരും ഓരോരുത്തർ ഉണ്ടാവും കേട്ടോ. പുറത്ത് പോകാനൊന്നും കഴിയില്ല. അതിനിടയിൽ നമ്മളിങ്ങനെ കിട്ടുന്ന ഗ്യാപ്പിന് നമ്മൾ ഫോട്ടോസ് എടുക്കൽ അത് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. പിന്നെ രാത്രിയാണ് അധികവും നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങൽ കേട്ടോ. അപ്പോൾ ഇതാ റമൽത്താൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ അതാ അവിടുന്ന് ബിരിയാണിയും ബീഫും ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ മച്ചു ഇവിടെ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഉള്ള ഹസ്ബൻഡിൻ്റെ ഉമ്മ വീട്ടിൽ പോയതാണ് കേട്ടോ, പടിഞ്ഞാറത്ത എവിടെയാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവർ തിരിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ വിളിച്ചു നോക്കി. അപ്പോൾ വരുമ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാവ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. കാര്യം നമുക്ക് പെരുന്നാളിന് ഇനിയിപ്പോൾ നാളെ ഞാൻ വീട്ടിലേക്കൊക്കെ പോകില്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വാവനെ കൂട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മീനങ്ങാടി വെച്ചിട്ട് മച്ചുവിനെ കണ്ടോട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ എല്ലാവരും കണ്ട് സംസാരിച്ച് അങ്ങനെ നിന്നു. മാഷാ അല്ലാഹ്, സന്തോഷമായി എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ ഈദ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.